നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് മാമാങ്കം കൂടി നടക്കുന്നുണ്ട്. മറ്റെങ്ങുമല്ല, ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. നിലവിൽ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത YS രാജശേഖർ റെഡ്ഡിയുടെ മകളായ, നിലവിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ YS ഷർമിള കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു എന്നതാണ്. എന്തായാലും ഷർമിള കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി സംസ്ഥാനത്ത് പുതിയ ഒരു കൗതുകത്തിന് കൂടി കളമൊരുങ്ങുന്നുണ്ട്. കാരണം ആന്ധ്രാപ്രദേശിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് കുടുംബക്കാരുടെ മാത്രം കാര്യമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. 4 പ്രധാനപ്പെട്ട പാർട്ടികളെ നയിക്കുന്നത് 2 കുടുംബങ്ങളിൽ നിന്നുള്ള വ്യക്തികളാണ്. TDPയെ നയിക്കുന്നത് നടനും രാഷ്ട്രീയ നേതാവുമായ NT രാമറാവുവിന്റെ മകനായ ചന്ദ്രബാബു നായിഡുവാണ്. അതേ NTRന്റെ മകൾ തന്നെയാണ് ആന്ധ്രയിൽ BJPയെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കുന്ന അധ്യക്ഷയായ ദഗുപതി പുരന്തേശ്വരി. മറുവശത്താവട്ടെ YSRCPയെ നയിക്കുന്നത് തീർച്ചയായും YS രാജശേഖർ റെഡ്ഡിയുടെ മകനായ YS ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ്. മുഖ്യമന്ത്രി കൂടിയാണ്. അതേസമയം തന്നെ കോൺഗ്രസിനെ നയിക്കുന്നതാവട്ടെ YSRന്റെ മകളായ YS ഷർമിളയും. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്ന YSRCPയെയും കോൺഗ്രസിനെയും YSRന്റെ മക്കളും, അതിനോടൊപ്പം തന്നെ TDPയെയും BJPയെയും NTRന്റെ മകളും മരുമകനുമാണ് നയിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണം അല്ലെങ്കിൽ അതിന്റെ കടിഞ്ഞാൻ 2 കുടുംബങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്ന ഒരു കാഴ്ച. കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും നയിക്കുന്നത് അന്തരിച്ച NTRും YSRും ആണ് എന്ന് പറയേണ്ടി വരും. കാരണം NTRും YSRും എന്ന 2 ഓപ്ഷനിൽ നിന്നും ഇപ്പോഴും ആന്ധ്ര മുന്നോട്ട് പോയിട്ടില്ല. അവർക്ക് ഇതുവരെയും മറ്റൊരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നുകൂടി വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഈ NTR YSR കുടുംബങ്ങളുടെ ഒരു പോരാട്ടം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.